Good morning all of you. Welcome back to my video class. Next question. Fifth, two poles of length or height. Heights are 3 centimeter and two poles of heights 3 meters and 2 meters are erected upright on the ground and ropes are stretched from the top of each to the foot of the other. അപ്പം തന്നെ നിങ്ങൾ ഐഡിയ ഉണ്ടാവും. 2 പോൾസ് ആണ്. ആ പോൾസിന്റെ ഹൈറ്റുകൾ തന്നിട്ടുണ്ട്. 3 മീറ്ററും 2 മീറ്ററുമാണ്. ഇറക്റ്റഡ് അപ്രൈറ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ടു ദ ഗ്രൗണ്ട് ആൻഡ് റോപ്സ് ആർ സ്ട്രെച്ച്ഡ്, അതായത് അതിൻ്റെ ടോപ്പ് ഒന്ന് റോപ്പ് വെച്ചിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. എവിടെയാണ്? ടോപ്പ് ടു ദ ഫൂട്ട് ഓഫ് ദ അതർ, അതായത് ഒന്നിൻ്റെ ടോപ്പ് മറ്റതിൻ്റെ ഫൂട്ടിനോടും സെക്കൻഡ് പോളിൻ്റെ ടോപ്പ് ഫസ്റ്റ് പോളിൻ്റെ ഫൂട്ടിലേക്കുമാണ് വലിച്ചു കെട്ടിയത്. ഇനി ക്വസ്റ്റ്യൻസ് ആർ വാട്ട് ഹൈറ്റ്സ് അബവ് ദ ഗ്രൗണ്ട്, ആർ വാട്ട് ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട് ഡു ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ. അപ്പം എന്താ പറഞ്ഞത്? അറ്റ് വാട്ട് ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന്ന് ടു ദ റോപ്പ് ക്രോസ് ഈച്ച് അതർ, അങ്ങനെ ആ റോപ്പുകൾ തമ്മിൽ ക്രോസ് ചെയ്ത ഇത് എത്ര ഹൈറ്റിലാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് അറ്റ് എ ആൻഡ് ബി. ഇപ്പം തന്ന ഹൈറ്റ് 4ഉം 3ഉം 2ഉം മാറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് എയും ബിയുമാണ് ഹൈറ്റ് എങ്കിൽ ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട് ഓഫ് ദ പോയിന്റ് വേർ ദ റിലേഷൻ ബിറ്റ്വീൻ വേർ ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ ആസ് എച്ച്. Find the relation between A, B and H. Prove that this height would be the same whatever the distance between the pole. അങ്ങനെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ കണ്ടുപിടിക്കും വേണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? 2 റോപ്പുകൾ തമ്മിൽ രണ്ട് പോള് വലിച്ചു കെട്ടിയ ഫൂട്ടിലേക്കാണ്. അത് ക്രോസ് ചെയ്ത ഹൈറ്റ് കാണണം, കൂടാതെ പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കാണും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ചിത്രം വരച്ചു നോക്കാം. ഫസ്റ്റത്തെ ചിത്രമാണ് 3 മീറ്റർ ആണ്. പിന്നെ കുറച്ച് വിട്ടായിട്ട് 2 മീറ്റർ ആയിട്ട് വേറൊരു പോളുണ്ട്. ഇതിന്റെ ടോപ്പ് ഒന്ന് എവിടേക്കാണ് കിട്ടിയത്? ഫൂട്ടിലേക്കാണ്. അതുപോലെ ഇതിന്റെ ടോപ്പ് ഒന്ന് ഇതിന്റെ ഫൂട്ടിലേക്ക്. അപ്പൊ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് എച്ച് ആയിട്ട് എടുക്കാം, എന്നിട്ട് ചെയ്യാനാ പറയാം. അപ്പോഴും ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സിമിലർ ട്രയാങ്കിളിന്റെ മെത്തേഡിലേക്ക്. കാരണം ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഹൈറ്റ് വരച്ചപ്പോൾ 2 സിമിലർ ട്രയാങ്കിൾ കിട്ടിയില്ല. അപ്പൊ ആ ട്രയാങ്കിൾസ് എടുക്കും. അപ്പൊ ആദ്യം നമുക്ക് പേരുകൾ കൊടുക്കാം. എ ബി എന്ന റോപ്പും പോളും സി ഡി എന്ന പോളും ഉണ്ട്. 3 മീറ്ററും 2 മീറ്റർ ആയിട്ടുള്ള. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇ ആയിട്ട് എടുക്കാം. താഴേക്ക് ഗ്രൗണ്ടിലേക്ക് മീറ്റ് ചെയ്യുന്നത് എഫ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് ഇങ്ങനെയുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അതായത് ഇതാണ് ഫിഗർ. ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ. അപ്പൊ അതായത് പേരുകൾ കൊടുക്കാം. എ ബി ഡി എന്ന ട്രയാങ്കിൾ എടുക്കുക. അതിലൊരു ഇ എഫ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണ് കാണിക്കേണ്ട ആവശ്യം. ഇവിടെ 90 90 നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ആ കണ്ടീഷൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ് അത് എഴുതി വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് ആംഗിൾ എന്ന് പറഞ്ഞത്? കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എഴുതുന്നില്ല. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ഇ എഫ് ഡി. എന്നിട്ട് അതിൽ ഫസ്റ്റ് കേസ് ചെയ്യുക. എന്താണ് ട്രയാങ്കിളിന്റെ പേര്? ഏതാ? ആംഗിൾ ഈക്വൽ ആയത് ഏതാ? എ ബി ഡി. എ ബി ഡി ഈക്വൽ ടു ആംഗിൾ ഇ എഫ് ഡി. ഇ എഫ് ഡി. കാരണം എന്താ? കോമൺ. ഇനി ഒരു കോമൺ അല്ല, 90 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി.
സെക്കൻഡ് കോമൺ ആണ്. എന്താ കോമൺ ആയ ആംഗിളുടെ പേര് പറയും? ബി ഡി എ. ബി ഡി എയും ആംഗിൾ എഫ് ഡി ഇയും. എഫ് ഡി ഇ കോമൺ ആണ്. ട്രയാങ്കിൾസ് ആംഗിൾ 90 ആണ്, കോമൺ ആണ്. അപ്പൊ ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആയി. ട്രയാങ്കിൾ പേര് എ ബി ഡി എന്ന ട്രയാങ്കിളും ഇ എഫ് ഡി എന്ന ട്രയാങ്കിൾസ് എന്തായി മാറി? ആർ സിമിലർ. എപ്പോഴും ചെയ്യേണ്ടത് ഇതാണ്, എങ്ങനെയെങ്കിലും 2 ആംഗിൾസ് ഈക്വൽ ആക്കുക, ട്രയാങ്കിൾ സിമിലർ എഴുതുക. സിമിലർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈക്വലായ ആംഗിളിന്റെ ഓപ്പോസിറ്റ്സ് സൈഡ്സിന്റെ പെയേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആവും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ എച്ചുകളുടെ ഭാഗവും പിന്നെ താഴവും മതി. ഇതേമാതിരി വേണ്ട റോപ്പിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പറയാം. ഫസ്റ്റത്തെ എ ബി ആയിക്കോട്ടെ, എ ബി ബൈ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണുള്ളത്? ഇ എഫ്. പിന്നെ താഴെയാണ് വേണ്ടത്. അപ്പൊ ബി ഡി എന്നാണ് ലാസ്റ്റ് ലെറ്റർ. ബി ഡി ബൈ എഫ് ഡി. ഇനി വേണമെങ്കിൽ എ ഡി ബൈ ഇ ഡി എഴുതാം, നമുക്ക് ആവശ്യമില്ല. ഇതവിടെ എഴുതാം. സിമിലർ ആണ്, എഴുതിച്ചിട്ട് പ്രശ്നമില്ല. ഈക്വൽ ടു കെ ആണെങ്കിൽ കെ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എ ബിയുടെ സ്ഥാനത്ത് ക്വസ്റ്റ്യൻ തന്നിട്ട് 3. ഇ എഫ് എന്താണ്? എച്ച് ആണ്. ബി ഡി എത്രയാണ്? ബി ഡി അറിയില്ല. ബി ഡി ബൈ എഫ് ഡി അറിയില്ല. അപ്പൊ ഇക്വേഷൻ 1 എഴുതി വെക്കുക. ഇനി അതുപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഫിഗർ ഇങ്ങനെ കൺസിഡർ ചെയ്യും. അപ്പൊ അതിന്റെ പേരെന്താണ്? ബി ഡി സി എന്നാണ് ഇതിന്റെ പേര്. അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ഇ എഫ് ആണ്. ഇനി ഇതിലും ഇതേമാതിരി 2 സിമിലർ, ഇവിടുന്ന് അങ്ങോട്ടും ട്രയാങ്കിൾ സിമിലർ ആണ് കാണിക്കണം. അപ്പൊ ട്രയാങ്കിൾ സിമിലർ ആകുമ്പോൾ ഒന്ന് കോമൺ ആണ്, 90. അപ്പൊ ആദ്യം 90 എഴുതാം. ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ബി എഫ് ഇ ആണ്, 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ കോമൺ ആയ ആംഗിൾ വരാം. ഇ ബി എഫ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി കോമൺ. അപ്പൊ 2 ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിൾ സിമിലർ ആയി. നമുക്ക് ആദ്യം വലിയ ട്രയാങ്കിൾ പേരിടാം. ഏതാണ്? സ്റ്റാർട്ടിംഗ് ആയിക്കോട്ടെ, 90 ആയിക്കോട്ടെ. 90 ബി ഡി ബി ഡി ബി സി 90 ഈക്വൽ സി. അതേമാതിരി ട്രയാങ്കിൾ 90 വരെ ഇടുന്ന എഫ് ആണ്. എഫ് ബിക്ക് ഈക്വൽ ബി ആണ്, സിന്റെ ഈക്വൽ ആയിട്ട് ഇ ആണ്. ആർ സിമിലർ. അപ്പൊ അതുപോലെ ഇതൊന്നും ചെയ്യാം. എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരുന്നത്? ഇവിടെ ഏതാണ് ഇത് തന്നത്? എച്ച് ആണ്. ഇവിടെ എത്രയാണ്? 2 ആണ്. ഇതറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ആദ്യം ഇത് വെച്ച് ചെയ്യാം. ഏതാ വരാ? ഇതെല്ലാം എഴുതണ്ടേ? അപ്പൊ സി ഡി അറ്റുകൾ എഴുതാം. സി ഡി ബൈ ഇ എഫ് ഈക്വൽ ടു പിന്നെ ഏതാ വേണ്ടത്? ബി ഡി ബൈ എഫ്. ബി ഡി ബൈ ബി എഫ്. ഇനി ഇതില് സി ഡിന്റെ സ്ഥാനത്ത് നമുക്കറിയാം 2 ആണ്. എച്ച് ഈക്വൽ ടു ബി ഡി ബൈ ബി എഫ്. ഇക്വേഷൻ 2 എഴുതാം. ഇനി നമുക്ക് അതിൽ നിന്ന് എച്ച് കാണാൻ എന്താ വഴി? ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ 1 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബി ഡി താഴേക്ക് ആക്കാൻ വേണ്ടി റെസിപ്രോക്കൽ എടുക്കുക. ഒന്ന് റെസിപ്രോക്കൽ എടുത്തിട്ട് h/3, അതായത് എച്ചിലെ കാണുന്നത് h/3 ഇസ് ഈക്വൽ ടു എഫ് ഡി ബൈ ബി ഡി എഴുതിയെടുക്കുക. ഇക്വേഷൻ 1 അതാക്കിയെടുക്കാം. അതുപോലെ ഇതും ഇക്വേഷൻ 2 എന്നുള്ളത് ഇങ്ങോട്ട് ഈ റെസിപ്രോക്കൽ എടുക്കുക. h/2 ഈക്വൽ ടു ബി എഫ് ബൈ ബി ഡി എഴുതിയെടുക്കുക. ഇങ്ങോട്ട് ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. ഫ്രം 1 and 2. ഫ്രം 1 ആഡിങ് 1 പ്ലസ് 2. 1 and 2 കൂടെ ആഡ് ചെയ്യാം. 1ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരിക? h/3 ആണ്. 2ന്റെ സ്ഥാനത്ത് എന്താ വരിക? h/2 ആണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എഫ് ഡി ബൈ ബി ഡി ഉണ്ട്. ഇവിടെ ബി എഫ് ബൈ ബി ഡി ഉണ്ട്.
BF. അതിൽ BD ഡിനോമിനേറ്റ് സെയിം ആണ്. ഡിനോമിനേറ്റ് സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ഡിനോമിനേറ്റ് സെയിം ആയതുകൊണ്ട് അതിന്റെ ആൻസർ ഇവിടെ എഴുതാണ് ഞാൻ. h/3 h/2 ആണ്. h/2 ഉണ്ട്. BD രണ്ടിലും കോമൺ ആയതുകൊണ്ട് BD ഇവിടെ എഴുതി. FD പ്ലസ് BF. ഒന്ന് പിക്ചറിൽ നോക്കിയിട്ട് പറയാം. FD BF കൂടെ ആഡ് ചെയ്താൽ BD വരൂലേ. അപ്പൊ മുകളിൽ BD/BD വരും. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് 1 വരും. അതായത് h/3 പ്ലസ് h/2 ഈക്വൽ ടു 1. അങ്ങനെ എന്ത് കിട്ടും? h/2 പ്ലസ് h/3 പ്ലസ് h/2 ഈസ് ഈക്വൽ ടു 1. ഇനി ക്രോസ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? h കണ്ടുപിടിക്കാം. h ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ? 2h പ്ലസ് 3h/6 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 5h/6 ഈക്വൽ ടു 1. h ഈസ് ഈക്വൽ ടു 6/5 ആണ് വരിക. 6 അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 5 ഇങ്ങോട്ട് വരുമ്പോൾ 1.2 മീറ്റർ ആണ് വരിക. ഹൈറ്റ് എത്രയും വരിക? ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ക്രോസ് വയർ തമ്മിലുള്ള ഹൈറ്റ് എത്രയും വരിക? 1.2 മീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒന്നും കൂടി ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കാണിക്കാം. സിമിലർ ആണെന്ന് കാണിച്ചിട്ട് അതെന്ത് ചെയ്യാം? ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് h മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റെസിപ്രോക്കൽ എടുക്കുക. ഇക്വേഷൻ 1 എഴുതി വെക്കുക. അതുപോലെ സെക്കൻഡ് അങ്ങോട്ടുള്ളത് എടുത്തിട്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കാണിക്കുക. അതിൽ നിന്നും സൈഡ്സ് റേഷ്യോ സെയിം ആണെന്ന് എടുത്തിട്ട് 2/h ഈക്വൽ ടു വരിക. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇക്വേഷൻ 2 കിട്ടുക. ഫ്രം 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്തിനാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്? ഇങ്ങനെ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യുന്നത് BD ഡിനോമിനേറ്റ് സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? BD എന്ന് കിട്ടി. കാരണം BFഉം FDയും കൂടെ കൂട്ടുമ്പോൾ എന്താ വരിക? BD ആണ്. വളരെ ശ്രദ്ധിക്കുക. BD കൂടെ ക്യാൻസൽ ചെയ്താൽ 1 വരും. അപ്പം 1 അല്ല, നമ്മളോട് h കാണണം. അപ്പം h കാണാൻ പിന്നെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2h പ്ലസ് 3h/6 ആണ് വരിക. /6 അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 6. 5h ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പം h കാണാൻ /5. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 മീറ്റർ ആണ് കിട്ടുക. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നന്നാക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്കൻഡ് ജനറൽ പ്രൂഫാണ്. ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് AB. അതായത് ഇവിടെ നേരത്തെ 3ഉം 2 ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? ഹൈറ്റ് Aയും Bയും ആക്കി. റോക്ക് സ്ട്രെച്ച്ഡ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം, അതായത് ഫുട്ട് ഓഫ് ദ അതർ ടവർ പോൾ. അതേമാതിരി ഇതിന്റെ ടോപ്പിൽ നിന്ന് സെക്കൻഡ് പോളിലെ ഫൂട്ടിലേക്ക് വരയ്ക്കാം. മേക്ക് ക്രോസ് സെക്ഷനിലുള്ള ഹൈറ്റ് എന്ത് ചെയ്യാം? h എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് റിലേഷൻ ഇതേമാതിരി കാണാം. അപ്പൊ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ ചെയ്യാൻ വേണ്ടത്. ആദ്യം എന്ത് ചെയ്യാം? പിന്റ് കൊടുക്കാം. ABCD സെയിം പ്രൂഫാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോവാം. EF. ഇനി നേരത്തെ മാതിരി ആദ്യം ഇങ്ങോട്ട് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ABDEF. അതേ സ്റ്റെപ്സ് തന്നെ എഴുതാം. എങ്ങനെയാ? ആംഗിൾ ഈക്വൽ ആണ് എഴുതാം. എങ്ങനെയാ ആംഗിൾ ഈക്വൽ ആവുക? ABD ഈക്വൽ ടു ആംഗിൾ EFD. ഇക്വേഷൻ 1 90 ഡിഗ്രി. എന്താ വരിക? 2 ആംഗിൾസ് 90 ഡിഗ്രി ആണ്. ഇനി കോമൺ ആയ ആംഗിളിന്റെ പേര് എഴുതാം. BDA ഈക്വൽ ടു ആംഗിൾ FDE. റീസൺ കോമൺ. 2 ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആയി. ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ EFD ആർ സിമിലർ. ഇപ്പൊ ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് പറഞ്ഞോളാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാ? തന്ന് വെച്ച് പറയാം. AB ബൈ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ? EF. ഇതിന്റെ ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റ്. പിന്നെ താഴെ ഏതാ വരിക? BD ബൈ FD. ഇക്വേഷൻ 1. ഇക്വേഷൻ 1 അല്ല, നേരത്തെ അതിന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് വെക്കാം. ABയുടെ സ്ഥാനത്ത് കൊടുക്കും. ABയുടെ സ്ഥാനത്ത് എന്താ? A ആണ്. EFന്റെ സ്ഥാനത്ത് എന്താ? H ആണ്. BD ബൈ FD ആണ്.
അതിൻ്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ ഹൈറ്റ് കാണാനാണ്. അപ്പം എച്ച് ബൈ എ എഫ് ഡി ബൈ ബി ഡി. ഇക്വേഷൻ 1 നേരത്തെ മാതിരി തന്നെ ചെയ്യും. ഇനി അടുത്തത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കണക്ക്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് ബി ഇ എഫ് സി ഡി. ഇതിൽ അതേമാതിരി കോമൺ 90 90. അപ്പോൾ കോമൺ ആയി ആംഗിൾ പേര് പറയാം സി ബി ഡി ഈക്വൽ ടു സി ബി ഡി ഈക്വൽ ടു ഇ ബി എഫ്. എന്താ കാരണം കോമൺ. പിന്നെ ആംഗിൾ 90 ഡിഗ്രി സി ഡി ബി ആംഗിൾ ഇ എഫ് ബി 90 ഡിഗ്രി. അപ്പൊ 2 ആംഗിൾസ് ഇത് കോമൺ ആയി. രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിളാണിത്. പിന്നെ 90 90. അപ്പൊ ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആയി. പേര് പറയാം സി ഡി ബി ട്രയാങ്കിൾ ഇ എഫ് ബി ആർ സിമിലർ. സിമിലർ ആണെങ്കിൽ നേരത്തെ മാറ്റി കറസ്പോണ്ടിങ് ആയിട്ട് സി ഡി വേണ്ടേ? അപ്പൊ സി ഡി ബൈ ഹൈറ്റ് സി ഡി ബൈ ഇ എഫ് ഈക്വൽ ടു അതേമാതിരി ബി ഡി ബൈ ചെറിയ ട്രയാങ്കിൾ ബി എഫ്. ഇനി വാല്യൂ കൊടുക്കാം ബി ബൈ എച്ച് ബി ഡി ബൈ ബി എഫ്. ഇനി റെസിപ്രോക്കൽ എടുക്കുക. എച്ച് കാണാം എച്ച് ബൈ ബി ഈക്വൽ ടു ബി എഫ് ബൈ ബി ഡി. ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. ഇവിടെ 1ല് ഏതാണ് ഇക്വേഷൻ? 1 ഇതല്ലേ? അപ്പൊ എച്ച് ബൈ എ. ഇവിടെയോ എച്ച് ബൈ ബി. ഇവിടെ രണ്ടിലുള്ളത് എഫ് ഡി ബൈ ബി ഡി. ബി എഫ് ആണ് ബി എഫ് ബൈ ബി ഡി. ഇതിന്റെ രണ്ട് ഭാഗം കൂടെ ആഡ് ചെയ്യും. രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ്. നേരത്തെ ചെയ്തതുകൊണ്ടാണ് സ്പീഡാണ്. ബി ഡി കോമൺ ആണ്. അപ്പൊ എഫ് ഡി ബി എഫും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ എച്ച് പുറമേക്ക് എടുത്ത് വെക്കാം. 1/a പ്ലസ് 1/b. ബി ഡി ബി എഫും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? ഒന്ന് നോക്കൂ. ബി ഡിന്റെ വരിക ബൈ ബി ഡി. നോക്കൂ ഫിഗറില് എഫ് ഡി പ്ലസ് ബി എഫ് എഫ് ഡി ബി എഫും കൂടെ ആഡ് ചെയ്താൽ ബി ഡി. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്താവും? 1 ആവും. എച്ച് അപ്പൊ എച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1/a പ്ലസ് 1/b. ഇവിടെ ഓൾറെഡി 1 ആണ്. അത് ക്യാൻസൽ ചെയ്തപ്പോൾ ഇൻറ്റു എച്ച് വരുമ്പോൾ ബൈ എച്ച്. അപ്പൊ ഇതാണ് റിലേഷൻ. 1/h ഈസ് ഈക്വൽ ടു 1/a പ്ലസ് 1/b ആയിട്ട്. അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ചെയ്തിട്ട് എച്ച് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ വരിക? ബി പ്ലസ് എ ബൈ എ ബി 1/h ആണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എന്താ? ഇതിന്റെ റെസിപ്രോക്കൽ എന്താ വരിക? എ ബി ബൈ എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ പ്ലസ് ബി എന്ന് എഴുതിയാലും ബി പ്ലസ് എ എന്ന് എഴുതിയാലും എന്താണ്? സെയിം ആയിരിക്കും. അപ്പൊ എച്ച് ഈക്വൽ ടു എ ബി പ്ലസ് എ പ്ലസ് ബി ആണ്. നിങ്ങളോട് പറയാം. ആദ്യം ഹൈറ്റ് ഓഫ് പോള് എ ആണ്. ഹൈറ്റ് ഓഫ് സെക്കൻഡ് പോള് പി ആണ്. ടോപ്പ് ഒന്ന് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് കെട്ടി. അപ്പൊ ഹൈറ്റ് എച്ച് ആക്കി എടുക്കാം. എന്നിട്ട് ഫസ്റ്റത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അത് എങ്ങനെയെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആക്കുക. എപ്പോഴും 90 കോമൺ ഉണ്ടാവും. ബട്ട് ആംഗിൾ സിമിലർ ആവും. സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്ടിന്റെ പ്രപ്പോർഷൻ എഴുതി വെക്കുക. റേഷ്യോ എഴുതി വെക്കുക. റേഷ്യോയിൽ തന്ന വാല്യൂസ് ഒക്കെ കൊടുക്കുക. ഏതിക്ക് എയും എച്ചും കൊടുക്കുക. ബി ഡി ബൈ ബി എഫ് എടുക്കുക. എന്നിട്ട് എച്ച് കാണാനായതുകൊണ്ട് ക്രോസ് റെസിപ്രോക്കൽ എടുക്കുക. പിന്നെ എച്ച് കാണുകൊണ്ടുമല്ല, താഴെ ബി ഡി വന്നാൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി റെസിപ്രോക്കൽ എടുത്ത് ഇക്വേഷൻ 1 എഴുതാം. അതുപോലെ അങ്ങോട്ട് സെക്കൻഡ് ആയിട്ട് എടുക്കാം. അതിലും 2 ഒന്ന് കോമൺ ആക്കി എഴുതാം, ഒന്ന് 90 90 എഴുതാം. അപ്പൊ ട്രയാങ്കിൾ സിമിലർ ആവും. സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആ പാർട്ട് പ്രൊപ്പോർഷൻ ആണ്. സി ഡിക്ക് ബി എന്ന് കൊടുക്കുക, ഇ എഫിന് എച്ച് കൊടുക്കാം. ഇതുപോലെ ബി ഡി കിട്ടാൻ വേണ്ടി റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ 2 ഇക്വേഷൻ കിട്ടും. നേരത്തെ ചെയ്ത മാതിരി 2 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ എച്ച് ബൈ എയും സെക്കൻഡിൽ എച്ച് ബി യും ആണ്. എഫ് ഡി ബൈ ബി ഡിയും ബി എഫ് ബൈ ബി ഡി ആണ്. രണ്ടിലും ബി ഡി ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് വെക്കാം.
ആഡ് ചെയ്യുമ്പോൾ ബി ഡിയും ബി എഫും എഫ് ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറും? ബി ഡി ആയി മാറും. ബി ഡിയും ബി ഡിയും കൂടെ ക്യാൻസൽ ചെയ്ത് 1 കിട്ടും. പക്ഷെ ഞാൻ ഇതിൽ എച്ച് കോമൺ ആയതുകൊണ്ട് എച്ച് പുറമേക്ക് എടുത്തു. 1/a + 1/b എഴുതി. ഇൻറ്റു എച്ചിനുള്ളത് ഇവിടേക്ക് ബൈ ആക്കി എഴുതി 1/h. പക്ഷെ നമ്മളോട് എച്ച് കാണാനായതുകൊണ്ട് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തു. അപ്പോൾ 1/h ആയി കിട്ടുക. 1/h കിട്ടിയാൽ നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ab/a + b ആയിരിക്കും എന്ത്? ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്. Third question. So that this height would be the same whatever be the distance between the pole. അതിലിവിടെ നമുക്കറിയാം എച്ച് കാണണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പം എഫ് ഡി ബൈ ബി ഡി പ്ലസ് ഇ എഫ് ബൈ എഫ് ഡി എന്നത് ആഡ് ചെയ്യുമ്പോൾ ബി ഡി ബൈ ബി ഡി എന്ന് വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് 1 വരും. അപ്പോൾ ഏത് കേസ് വന്നാലും എഫ് ഏത് സ്ഥലത്താണെങ്കിലും ആഡ് ചെയ്യുമ്പോൾ ബി ഡി ബൈ ബി ഡി ക്യാൻസൽ ചെയ്തിട്ട് 1 വരുന്നത് കൊണ്ട് നമുക്കിവിടെ പ്രൂവ് ചെയ്യാം ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ എന്ന് നിങ്ങൾ എഴുതി വെക്കുക.